ഇപ്പൊ കറക്റ്റ് സമയം 12 മണിയായി. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. ഓ ഇവിടെ നിന്നാ മലേഷ്യ ഫുള്ള് കാണുമല്ലോ. അപ്പൊ മലേഷ്യയില് നമുക്കൊരു സബ്സ്ക്രൈബറിനെ കിട്ടി. നമുക്ക് പിന്നെ അറിയാം, ഇത് എന്റെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. മലേഷ്യ പോയി കഴിഞ്ഞു. ഗായ്സ്, ഇതാണ് ട്വിൻ ടവർ. ഇവിടെയുള്ള ആൾക്കാരുടെ മെയിൻ വരുമാന മാർഗം എന്ന് പറയുന്നത് ഫോട്ടോ എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഫോട്ടോ എടുക്കാൻ കഴിവുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവിത മാർഗമായി. 6:30 ആയിട്ടും ഇരുട്ടിയില്ല എന്നുള്ളത്. ഇവിടെ ഒരു 7:30 ആവുമെന്നാണ് പറയുന്നത്. എൻജോയ്. എനിക്ക് തോന്നുന്നു അവർ റെസ്പെക്ട് ആണെന്ന് തോന്നുന്നല്ലേ? അത് ആയിരിക്കും, അവരങ്ങനെ ആയിരിക്കും. പൈസ കൊടുക്കുമ്പോൾ അവർ ജസ്റ്റ് ഇങ്ങനെ അച്ഛൻ കൊടുക്കും. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മെക്കിച്ചൊരു സർപ്രൈസ്. കണ്ണട കണ്ണ് തുറക്കല്ലും കണ്ണട. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കയറിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ മലേഷ്യൻ എയർലൈൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാഗ് സ്കാൻ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. എല്ലാവരും കണ്ടു നാണം കിട്ടും കേട്ടോ. കുഴപ്പമില്ല. ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി മറക്കത്തില്ല. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചെക്കിംഗ് ടൈമാണ്. അപ്പോൾ നമ്മൾ മലേഷ്യൻ എയർലൈൻസിൻ്റെ ചെക്കിംഗ് പോയിന്റിൽ നിൽക്കുകയാണ്. മേയ്ക്ക് ഒരു അബദ്ധം പറ്റി. ഫസ്റ്റിലെ പുറത്ത് ടാറ്റ കൊടുത്തപ്പോൾ പാസ്പോർട്ട് തെറിച്ച് വേറൊരാളുടെ ബാഗിൻ്റെ അകത്ത് പോയി. മറക്കത്തില്ലല്ലേ? ഒരിക്കലും മറക്കില്ല. അവരെന്നെ എല്ലാവരും കണ്ടു. കുഴപ്പമില്ല. നമ്മളെ ഫോളോവറാണ് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. നമ്മളെ ടിക്കറ്റും കാര്യം ഫസ്റ്റ് ടിക്കറ്റ് ആണ് ഗൈസ്. നമ്മുടെ ഇത് എക്കോണമി ക്ലാസ് ആണ് കേട്ടോ ഫ്ലൈറ്റില്. ഇവിടെ ഇപ്പോൾ എന്തോ ഒരു ഓഫർ ഉണ്ട്. ബിസിനസ് ക്ലാസ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് 10,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയില്ല. അപ്പോൾ എക്കോണമി എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞതിന് ശേഷം ഇനി അടുത്തൊരു പ്രാവശ്യം വരുമ്പോൾ നമ്മൾ എന്തായാലും ബിസിനസ് ക്ലാസ് എടുക്കും. എനിക്ക് ഇതിന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്ത 3 മണിക്കൂർ മുമ്പ് ഇവിടെ കൗണ്ടർ ഓപ്പൺ ആവും. അതിനകത്ത് നമുക്കൊന്ന് ചെക്ക് ഇൻ ചെയ്യാം. പിന്നെ അവിടെ നിന്ന് നമ്മളെ പെട്ടിയെല്ലാം കയറ്റി വിട്ടു. ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത് ഇമിഗ്രേഷനിലാണ്. അപ്പൊ ഇമിഗ്രേഷനിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഹോട്ടലിൽ ബുക്ക് ചെയ്തതിന്റെ റെഫറൻസും അറൈവൽ കാർഡും നമ്മൾ മസ്റ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ അത് എനിക്കിപ്പോ 10 മിനിറ്റിനകത്ത് എന്റെ മെയിലിലോട്ട് വരും. അറൈവൽ കാർഡ് എന്നാണ് തോന്നുന്നത്. അറൈവൽ കാർഡ് തന്നെ. അറൈവൽ കാർഡ് വേണം. അപ്പൊ അതൊരു 10 മിനിറ്റിനകത്ത് റെഡിയാവും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ മുകളിലോട്ട് പോയി ഇമിഗ്രേഷൻ പ്രോസസ്സ് ചെയ്യണം. അതായത് നമ്മൾ ഇന്ത്യൻ മണി 4,000 രൂപ നമ്മളെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണം. ഒരു ദിവസം അല്ലെ, ഒരു ദിവസത്തേക്കാണല്ലേ? ഒരു ദിവസം 4,000 രൂപ. അതായത് ഇന്ത്യൻ മണി 4,000 രൂപ നമ്മളെ കയ്യിൽ വേണം. എങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കയ്യിൽ ക്യാഷ് എടുത്ത് വെച്ചേക്കണം. കയ്യിൽ ക്യാഷ് വെച്ച് ബൈ ഹാൻഡ് നമ്മൾ ക്യാഷ് എടുത്ത് വെച്ചിട്ട്, അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നവരാണ്. അപ്പൊ ഒരുപാട് സന്തോഷം. കൺഫ്യൂഷൻ. കാരണം ഇവിടെ നമ്മളിവിടുന്ന് ഇങ്ങനെ വന്ന് കയറിയിട്ട് നമുക്ക് എവിടെ പോകണം, എങ്ങനെ പോകണം എന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മള് മാത്രം അങ്ങോട്ട് നോക്കുന്നത് എങ്ങോട്ട് ഓടിയെടുത്ത്. അപ്പൊ ഇവിടെ ഒരു ചേട്ടൻ പോകണ്ടപ്പോ ഞാൻ കരുതി എല്ലാം അറിയായിരിക്കും. അങ്ങനെ കോൺഫിഡൻസ് ആണല്ലോ നമ്മളെ മെയിൻ. അപ്പൊ അടുത്തുനിന്ന് ഒരു ചേച്ചി ചെന്ന് മലയാളത്തിൽ ചോദിച്ചു. അവര് മുട്ട ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് മിണ്ടാൻ പോയില്ല. അവർക്ക് പിന്നെ അറിയാം, ഇത് എന്റെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. മലേഷ്യ പോയി കഴിഞ്ഞു. അതിന് പറഞ്ഞ അവിടെയാണ് കൗണ്ടർ. അപ്പൊ അങ്ങനെ പോയി. അപ്പൊ ഒരു കാര്യം പഠിച്ചു ഞാൻ. കൗണ്ടറിൽ പോയി അവിടെ നിന്നപ്പോഴും ഫ്രണ്ടിൽ ഒരു ഫോറിൻ അമ്മച്ചിയായിരുന്നു. ഫോറിൻ ആന്റി അല്ലേ? അതെ. അപ്പൊ അവരടുത്തും ഇവിടെ ഇംഗ്ലീഷ് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനിങ്ങനെ ഒന്നും മിണ്ടാതെ. ഇനി അടുത്ത് ഇമിഗ്രേഷൻ ആണ്. നമുക്കതൊരു കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് അറൈവൽ കാർഡും അതുപോലെ തന്നെ ഹോട്ടലിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടി. നമ്മൾ ഇമിഗ്രേഷൻ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. പെട്ടെന്ന് നമ്മളിത് ഒരു ലുലു മാളോ ആർടെക് മാളോ അങ്ങനെ എന്തൊക്കെയാണെന്ന് വിചാരിക്കും. ഞാനൊക്കെ അങ്ങനെയാട്ടോ വിചാരിച്ചേ. പക്ഷെ അല്ല, ഇത്ര വലിയ സെറ്റപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അതെ, നമുക്ക് ഇമിഗ്രേഷൻ പ്രോസസ് കഴിഞ്ഞ് മേഘയുടെ ബാഗിൽ നിന്ന് സെലോ ടേപ്പ് തൂക്കി. അത് സംഭവം എന്താ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ പേരെഴുതാനായിട്ട് യൂസ് ചെയ്യില്ല, വൈറ്റ്. ഇപ്പൊ തിരിച്ചു വരുമ്പോൾ അതെങ്ങാനും പോയാൽ ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ അകത്തെടുത്ത് വെച്ച്. പിന്നെ നമ്മൾ വീഡിയോസ് കാണുന്നവരാണ് മിക്കവരും, അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇമിഗ്രേഷൻ്റെ അവിടെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അലൗഡ് അല്ല. പിന്നെ അവിടെ ഇരുന്നത് അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആന്റിയാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ പേടിയില്ലായിരുന്നു. ഭാഗത്ത് നമുക്ക് അറിയാം. ലാസ്റ്റ് ബാഗ് ചെക്ക് ചെയ്യുന്നതിന്റെ അവിടെ മാത്രം അറിഞ്ഞിടാത്ത ഹിന്ദിക്കാരായി പോയി. ഈ മെനുവിൽ എന്ത് പറഞ്ഞാലും ഞാൻ ഫിൽറ്റർ കോഫി. മറ്റു നിനക്ക് ഫിൽറ്റർ കോഫി തന്നെ മതിയോ? എനിക്ക് നോർമൽ ടീ അല്ല കോഫി മതി.
ഇത് മാത്രം. ബിക്കോസ് എന്റെ കയ്യിലാണ് പൈസ. അതുകൊണ്ട് ഫിൽറ്റർ കോഫി അല്ലേ? ഫിൽറ്റർ കോഫി. ഇവിടുത്തെ ഈ ചായക്കൊക്കെ എന്താ ഇത്രയും പ്രൈസ് കൂടുതൽ? എയർപോർട്ടാണ്. എനിക്ക് 160 രൂപയുടെ ചായ കുടിക്കേണ്ട ഭാഗ്യം കിട്ടി. എനിക്കും. ഉള്ളിയുടെ റേറ്റ് കണ്ടോ നീ? 110 രൂപ. 100 രൂപ കൂടുതൽ. ഞാൻ പറയുന്നത് നമുക്ക് ഒരു ചായക്കട ഇവിടെ കിട്ടുമെങ്കിൽ ഇതിനകത്ത് ഇടണം. എന്നാലും നമ്മളും പൈസ കൊടുക്കേണ്ടി വരും. ബിക്കോസ് അവർക്ക് അങ്ങനെ വെച്ചാൽ ലാഭമല്ലേ. ഇപ്പൊ കറക്റ്റ് സമയം 12 മണിയായി. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് 2 വർഷമായി. ഡേറ്റെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്ന് 20. അത് ഓർമ്മയുണ്ട്. ഏപ്രിൽ 20. അപ്പോൾ നമ്മുടെ 2ാമത്തെ ആനിവേഴ്സറിയിൽ അന്ന് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോവാണ്. സോ മൈക്ക് ചെറിയൊരു സർപ്രൈസ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് എനിക്കൊരു സർപ്രൈസ് ആണ്. ഓക്കെ, ബാക്കി ശേഷം മലേഷ്യയിൽ ഓക്കെ കയറാൻ വേണ്ടി പോവാണ്. പോവാം. ഏരി ഇറക്കാം. ഇതൊക്കെ സെറ്റപ്പ് അല്ലേ? നീണ്ട ക്യൂ തന്നെ ഉണ്ട്. എന്തിന്റെ ആണെന്ന് അറിയത്തില്ല. ഞാൻ വിൻഡോ സൈഡ്. ഞാനും കൊച്ചും വിൻഡോ സൈഡ്. ഇല്ല, ഞാൻ വിൻഡോ സൈഡ്. ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ? അപ്പൊ ഞാൻ വിൻഡോ ആയിരിക്കും. ഞാനും ഇതിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. മലേഷ്യൻ എയർലൈൻസ്. Good morning, how are you? Fine. Hi. Hello back there. Hi. Thank you, Mr. Sandeep. Welcome aboard, yeah? Thank you. Thank you. ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. നമ്മൾ ഹെയർ ഹോസ്റ്റസിനെ കണ്ടോ? മലേഷ്യൻ തനിമയിലുള്ള ഹെയർ ഹോസ്റ്റസ്. വിൻഡോ സീറ്റിന് അടിയുണ്ടാക്കി. വിൻഡോ സീറ്റിന്റെ പകുതിയുള്ളൂ ഗൈസ്. ഇതാണ് എന്റെ കറക്റ്റ് വിൻഡോസ്. എനിക്ക് ബാക്കിൽ തന്നേക്കണ വിൻഡോ കുറച്ച് കാണാം. നമ്മള് ചിറകിന്റെ സൈഡാണ് എടുക്കുന്നത്. ചിറക്. ഓ, ഇങ്ങനെ ആയിപ്പോയടേ. എന്ത് ഭാഗ്യക്കേടാ നമുക്ക്. വിൻഡോ സൈഡിന് അടിയുണ്ടാക്കി അവസ്ഥ. തിരിഞ്ഞ് ബാക്കിലോട്ട് നോക്കേണ്ട അവസ്ഥ. നമ്മുടെ വീടിന്റെ മുകളിൽ കൂടെ തന്നെ എന്തോ പോണത്. ഫ്ലൈറ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ആനിവേഴ്സറി തന്നെയാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഞാൻ പ്ലാൻ ചെയ്തത്. സോ അത് നമ്മുടെ ലൈഫിൽ ഒരു നല്ലൊരു മെമ്മറി ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുന്ന് ഒരു 4 മണിക്കൂറത്തെ ട്രാവലുണ്ട്. രാവിലെ നമ്മൾ അവിടുത്തെ 8 മണിക്ക് നമ്മളെത്തും. അതായത് നമ്മൾ ഇന്ത്യ സമയത്ത് 6 മണി. കാരണം 2 മണിക്കൂർ കൂടുതലാണ് മലേഷ്യയിൽ. കാരണം സൂര്യൻ കിഴക്ക് ഉദിച്ചല്ലേ വരണം. അപ്പോൾ ഫസ്റ്റ് അവിടെയാണ് സൂര്യൻ വരുന്നത്. അതുകൊണ്ട് 2 മണിക്കൂർ കൂടുതലായിരിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ട് പുതിയൊരു രാജ്യത്തിൽ നമ്മൾ കാലുകുത്തിയിരിക്കുകയാണ്. യാത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പുതിയ കാഴ്ചകൾ. 36,000 ഫീറ്റിലായിരുന്നു ഫ്ലൈറ്റ് പോയത്. അപ്പൊ അവിടുത്തെ മേഘങ്ങളും അങ്ങനത്തെ കുറെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. മേഘങ്ങളെ കാണാനായിട്ട് നമ്മള് എയർപോർട്ടിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഏതോ ഒരു വലിയ മാളില് വന്നിറങ്ങിയ ഒരു ഫീലാണ്. അത് കഴിഞ്ഞ് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞുകൂടാത്തൊരു അവസ്ഥയാണ്. അപ്പൊ ഇവിടെയുള്ള ആൾക്കാരടുത്ത് ചോദിച്ചു പോകുന്നു. മൈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട് ഇവിടെ. ഞാൻ മലയാളത്തിൽ പറയും, ഇപ്പോൾ ഇംഗ്ലീഷിലോട് ചോദിക്കും. അതാണ് ആ പരിപാടി. ഇനി പോയി ബാഗ് കളക്ട് ചെയ്യണം, ഇവിടുത്തെ സിം എടുക്കണം, കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനുള്ള ചേട്ടൻ പുറത്ത് നിൽപ്പുണ്ട്. ഇവിടുത്തെ ഈ ഒരു ടെർമിനൽ ഭയങ്കര വലുതാണ് കേട്ടോ. പുറത്തെ ടെർമിനലിൽ നിന്ന് ബസ് പിടിച്ച് ഒരു 4 അല്ലെങ്കിൽ ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്ത് ടെർമിനലിൽ വന്നാണ് നമ്മൾ ബാഗ് എടുക്കേണ്ടത്. സോ പിന്നെ ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് ബാഗ് എടുക്കണം. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ അളിയനാണ്. ട്രിവാൻഡ്രംകാരനാണ്. അളിയൻ ന്യൂസിലാൻഡിൽ പോണ വഴിയാണ് കേട്ടോ. 3-4 പ്രാവശ്യം ഇവിടെ പോയതുള്ളതുകൊണ്ട് ചെറിയ പരിചയമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് എത്തി. അങ്ങനെ എന്റെ മേഖല പെട്ടി കിട്ടി. ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. സോ ഗൈസ്, നമ്മൾ ഇവിടെ നിന്നാണ് ഇന്റർനാഷണൽ സിം എടുക്കുന്നത്. നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നത് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 39 പോയിന്റ് സംതിങ് റിങ്കറ്റ് കിട്ടും. ഇവിടുത്തെ കറൻസി എന്ന് പറഞ്ഞാൽ റിങ്കറ്റ് ആണ്.
ബെസ്റ്റ് പ്രൈസ് തരാന്നാണ് പറഞ്ഞേക്കുന്നത് പുള്ളി. ബെസ്റ്റ് ആണോ എന്തോ നോക്കാം. നമ്മുടെ മണി എക്സ്ചേഞ്ച് ചെയ്തു. അതിൽ കുറച്ച് എമൗണ്ട് പുള്ളി ATM നിന്ന് എടുക്കാൻ വേണ്ടി പോവാണ്. ഓ, ഇവിടെ എന്റെ ചാനൽ കിട്ടണ്ടടി. ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ നെയിം ബട്ട് it's wow. Yeah, it's my I'm a content creator, wine videos like and vlogging. Yeah. Nice to meet you. Oh, are you from Malaysia? Yeah, I'm originally from Malaysia. Malaysia. അപ്പോൾ മലേഷ്യയിലെ നമുക്കൊരു സബ്സ്ക്രൈബറിനെ കിട്ടി. Do you know Malayalam? Huh? Malayalam? Do you know Malayalam? I don't know. How understand my videos? Later I will know. Okay. Okay, thank you man. Thank you so Okay. much. What's your name? Muhammad. Muhammad. Okay. Okay. നമ്മളെ പിക്ക് ചെയ്യാൻ വന്ന കാർ ആൻഡ് ഡ്രൈവർ ചേട്ടൻ. That's the person. What is that? 222. You say? Yeah, Sandeep Suresh. Yes. Go ahead. Okay. Name? Lim. ലിം. ഓക്കെ, ഇതാണ് നമ്മുടെ ലിം ചേട്ടൻ, നമ്മുടെ കൊണ്ടുപോകാനായിട്ട് എത്തിയ ചേട്ടൻ. ചേട്ടൻ ചൈനീസ് ആണ് കേട്ടോ. മേഘ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ചുമ്മാ പേടിപ്പിക്കുന്നു. ട്രാൻസ്ലേറ്റഡ്. എന്നിട്ട് ചോദിക്ക് നമുക്ക് ഫസ്റ്റ് എവിടെയാണ് നമ്മൾ പോകുന്നതെന്നുള്ളത്. We are going to the room first. Washroom, huh? No. അല്ല, ഹോട്ടൽ റൂം. Hotel room, yes. Go to hotel. Okay. ഓക്കെ. അയ്യോ, കേൾക്കാത്തത്. 我们先去房间。 Yes. ഓക്കെ, അത് കൊള്ളാം കേട്ടോ. ഞാൻ നാട്ടിൽ നീ ഇല്ലെങ്കിലും ഞാൻ രക്ഷപ്പെടും കേട്ടോ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉണ്ടെങ്കിൽ. ഫസ്റ്റ് ടൈം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് വന്നുകൊണ്ടായിരിക്കണം. എന്താ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ റോഡും കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. നല്ല വൃത്തിയുള്ള റോഡുകൾ. നമ്മൾ ഫസ്റ്റ് നേരെ പോകുന്നത് നമ്മളെ ഹോട്ടലിലാണ്, ഹിൽട്ടൺ ഗാർഡൻ എന്ന് പറഞ്ഞാൽ. ഇവിടുന്ന് ഏകദേശം ഒരു 48 മിനിറ്റ് ഉണ്ട്. നമ്മള് സിനിമയിലെ കാണുമ്പോഴത്തെ ഒരു ഫോറിൻ റോഡ്, നല്ല വൃത്തിയുള്ള അടിപൊളി റോഡ്. എന്തോ പറയാൻ എനിക്ക് മനസ്സിലായില്ല. എല്ലാം ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒരു ഭയങ്കര ഒരു പുതുമ ഫീൽ ചെയ്യുന്നു. പുതിയൊരു രാജ്യം. അപ്പൊ അവിടുത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. തെങ്ങ് പോലത്തെ ഒരു സംഭവം നിപ്പുണ്ട്. തെങ്ങല്ല, പക്ഷെ എന്ന് തോന്നുന്നു. തെങ്ങല്ലെന്ന് തോന്നുന്നു. അറിയാൻ വയ്യ. ചേട്ടൻ ഓപ്പറേറ്ററാണ്. 113. ഇവിടുത്തെ ഹൈവേസിലൊക്കെ നമുക്ക് 110, 100, 110 അലോ ആണ് കേട്ടോ. നമ്മളവിടെയൊക്കെ 80. നമ്മളവിടെ ഈ സ്പീഡിൽ പോയാൽ പെറ്റി തന്നെ. അവിടെ ഒരു ശീല കപ്പല്. 你在马来西亚住了多少年了？ നമ്മളിവിടെ നിന്ന് അറിയിച്ച ചേട്ടൻ我是马来西亚华裔。I am Malaysian Chinese. ഓക്കെ ഫൈൻ. അങ്ങനെയാണ് കേട്ടോ, മലേഷ്യൻ ചൈനീസ്. നമ്മളിങ്ങനെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചേട്ടൻ നമ്മളെ ഹോട്ടലിൽ കൊണ്ടാക്കിയിട്ട് പോവും. അപ്പോൾ അവിടെ നിന്ന് അടുത്ത ആൾ നമ്മളെ പിക്ക് ചെയ്ത് നമ്മൾ ബാക്കി സ്ഥലങ്ങൾ കാണാനുള്ള അടുത്തെല്ലാം കൊണ്ടുപോകുന്നതായിരിക്കും. അമ്മ എന്തോന്ന് വലിയ കെട്ടിടം. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹിൽട്ടൺ ഗാർഡൻ. ഇരുപത്തിനാലാമത്തെ നിലയിലാണ് കേട്ടോ റൂം. അവര് പറയുന്ന ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് അവർക്കും മനസ്സിലാവുന്നില്ല. അതെ, ഇതാണ് നമ്മുടെ റൂം. അരേനൊക്കെ ഉണ്ടല്ലോ. ഒരു ചെറിയ റൂമാണ്, പക്ഷെ കൊള്ളാം. ഓ, ഇവിടെ നിന്നാ മലേഷ്യ ഫുള്ള് കാണാമല്ലോ.
24ാമത്തെ നിലയല്ലേ. കൊള്ളാം, വേറൊരു എക്സ്പീരിയൻസ്. ബാത്റൂം. ഇവിടെ നമ്മൾ ഇത്തിരി ലേറ്റായി. ഇവിടെ എത്തിയപ്പം 11 മണിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് പോയി പുറത്തുനിന്ന് കഴിക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് അല്ലേ മേഘു? കഴിക്കണം, വിശക്കണം. അതെ, മലേഷ്യയിലെ ആദ്യത്തെ ഫുഡ് കഴിക്കാം. ഇങ്ങനെ ഇരിക്കുമ്പോ അതിന് ഞാനും മേഘം കൂടി മലേഷ്യൻ തെരുവിലൂടെ നടക്കുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എവിടെ നിന്ന് കഴിക്കും, എന്ത് കഴിക്കും എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. പോവാണ്. പിന്നെ നമ്മളൊരു ഇന്ത്യയിലൊരു ചേട്ടൻ നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റിലെത്തി. ചിക്കൻ കറി മേടിച്ചു. ഇത് എന്തോ ഒരു ചിക്കൻ്റെ പേര് പറഞ്ഞല്ലേ. സത്യം പറഞ്ഞാൽ ഹിന്ദി എനിക്ക് പണ്ടേ അറിയാം. പുള്ളി നമ്മളെ കണ്ടി ഹിന്ദി അറിയാമെന്നും പറഞ്ഞ് ഞാൻ ഹിന്ദി അറിയാന്നുള്ളതാണ് തലയാട്ടി. ആലു പൊറോട്ട കഴിച്ചു നോക്കട്ടെ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു. കുഴപ്പമില്ല. ഈ ലിഫ്റ്റിൽ ഇങ്ങനെ ഒന്ന് കയറുമ്പോഴേ ഇവിടെ വഴിയുണ്ടെന്ന് വിചാരിക്കും. ഞാനും നോക്കി ആദ്യം. സൈഡിലോട്ട് വഴിയുണ്ടെന്ന് വിചാരിക്കും. ഇനി എന്തായാലും റൂമിൽ പോയി കുറച്ചു നേരം റെസ്റ്റ്. ഹേ ഗായ്സ്, അപ്പോൾ ഒരു 3-4 മണിക്കൂർ നമ്മൾ റെസ്റ്റ് എടുത്ത് നല്ലപോലെ ഉറങ്ങി ഒന്ന് ഫ്രഷപ്പ് ആയി. ഇനി അടുത്ത് നമ്മൾ പുറത്തോട്ട് കറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഗൈഡ് ഒരു 5:30 ആകുമ്പോൾ വരും. ഏകദേശം ഇവിടെ ഇപ്പോൾ 5:15. നമ്മുടെ നാട്ടിൽ 2:45, ഏകദേശം 2.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് KLCC സലുമ ബ്രിഡ്ജും പിന്നെ ബക്കറ്റ് ബിൻഡാക് ഫുഡ് സ്ട്രീറ്റും ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ബ്രിഡ്ജ് നല്ല ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ക്യാമറ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതിനു മുമ്പ് എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാം. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മളൊരു ചായ കുടിച്ചിട്ട് നേരെ നമ്മളെ ഗൈഡ് വരും. നമ്മളിങ്ങനെ അടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. So now we are going to Twin Tower. Twin Tower, okay. After Twin Tower, I will drop you to the Bukit Bintang. So you can explore everything. Then you can call me after finish. Okay. ചേച്ചി മലേഷ്യനാണ്, പക്ഷേ തമിഴ് തെരി അല്ലേ? Tamil. Malaysia, Tamil people, everyone know Tamil. Tamil. Oh. Yes. செம்மையா போச்சு. ஆமா. லாங்குவேஜ் தெரியாம நாங்க ரொம்ப கஷ்டப்படுறீங்களா? யா, ஆமா. என்ன சைனீஸ் ഒക്കെ இருக்கு. காலை வந்து ட்ராப் பண்ணது ஒரு சைனீஸ், மலேசியன் சைனீஸ். எங்க போனீங்க காலகட்டத்துல? அல்ல, நாங்க இந்த காலை தான் வந்து ஏர்போர்ட்ல. ஏர்போர்ட்ல இருந்து வந்து டிராப் பண்ண சைனீஸ் காயா? யா. உங்களுக்கு இங்கிலீஷும் ரொம்ப புரியல. எங்க டிரான்ஸ்லேட் இட்டதா அட்ஜஸ்ட் பண்ணிட்டேன். நல்லா தமிழ் பேசுதே. ഇവിടെ എவ்வளவு കിലോമീറ്റർ இருக்கு ட்வின் டவருக்கு? ட்வின் டவருக்கு இன்னும் வந்து 4 minutes தான். 4 minutes தான். ചേച്ചി തമിഴ് പാട്ടൊക്കെ കേട്ട് വന്ന. നമ്മൾ വിചാരിച്ച ആദ്യം സംസാരിച്ചപ്പോ യാ തമിഴ് പാട്ടൊക്കെ കേട്ട് വരായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് മലേഷ്യൻ ആയിരിക്കും, അതുകൊണ്ട് ടാസ്ക് ആയിരിക്കും. ഞാൻ പറയുകയും ചെയ്ത് ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ തമിഴ് ലുക്ക് ഉണ്ടെന്ന്. കറക്റ്റ്. നമ്മൾ ഫസ്റ്റ് വന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്വിൻ ടവറിലാണ്. നമ്മൾ 2 സ്ഥലം പറഞ്ഞ് അവിടെയല്ല ഫസ്റ്റ് വന്നത്. ട്വിൻ ടവർ കാണിച്ചു തരാം. അയ്യോ സോറി കേട്ടാ, KLCC എന്ന് പറഞ്ഞ ട്വിൻ ടവർ ആണ് കേട്ടാ. സോറി ആ 2 ഞാൻ പേര് ഒരുമിച്ച് പറഞ്ഞു. KLCC എന്ന് പറഞ്ഞ ട്വിൻ ടവർ ആണ് കേട്ടോ. ഗായ്സ്, ഇതാണ് ട്വിൻ ടവർ. ഒരുപോലെ ഇരിക്കുന്നു, അതുകൊണ്ടാണ് ട്വിൻ ടവർ എന്ന് വിളിക്കുന്നത്. അറിയാമോ? എനിക്കറിയാം. ഇത് KLCC എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇവിടെ ഫുള്ള് മറ്റേ വലിയ അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്വിൻ ടവറാണ്. വേണ്ടോ? ഇവിടെയുള്ള ആൾക്കാരുടെ മെയിൻ വരുമാന മാർഗം എന്ന് പറയുന്നത് ഫോട്ടോ എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം ഗൈസ്. ഇതിന് 10 റിങ്കറ്റായി. 10 റിങ്കറ്റാണ്. കാരണം നമ്മൾ അങ്ങ് സിംഗിൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രം എടുത്തതാണ്. ഇവിടെ ഉണ്ടോ, ഫോട്ടോ എടുക്കാൻ കഴിവുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവിത മാർഗമായി. ഒരു ഫോട്ടോയ്ക്ക് 10 റിങ്കറ്റൊക്കെ വെച്ച് കിട്ടും. അതിലും കൊള്ളാം ഒരു സെറ്റപ്പ്. നമ്മളവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം മേഘ തോൽവിയാണ് കേട്ടോ ഫോട്ടോഷൂട്ടിൽ. ക്യാമറ കൊടുത്തപ്പം അയ്യോ, ക്യാമറ പിടിച്ചേക്കണ കണ്ടാൽ തന്നെ അറിയാം ഫോട്ടോ എടുക്കാറുള്ളൂ.
നേരത്തെ പഠിക്കണം തോന്നിയില്ലല്ലോ. സ്വന്തം ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്നും വേണ്ട. ഭയങ്കര പോസ് തരാം. അപ്പൊ നമ്മൾ ഈ ട്വിൻ ടവറിന്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. കെട്ടിടങ്ങൾ കാണാൻ സത്യം പറയാൻ പേടി തോന്നുന്നു അല്ലേ? സത്യം. നമ്മളെ നാടൊക്കെ വിട്ടിങ്ങനെ വരുമ്പോഴത്തെ ഇത് കാണുമ്പോഴേ എന്തോ വേറെ എവിടെയൊക്കെ നിക്കണ പോലെയൊക്കെ തോന്നണം. അയ്യോ, വേറെ ഏതോ ഒരു ലോകത്ത് നിൽക്കണ പോലെ തോന്നുന്നു. അയ്യോ, എവിടെ വെച്ചാലും ഫ്രെയിം ഫോട്ടോയ്ക്ക്. ഫുൾ അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളാണ് എല്ലാം. അതെ, കാണത്തില്ലായിരിക്കും. അതെ, ഇവിടെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കണം. നല്ലത്. ആരുടെ ഇത് കറക്റ്റ് ട്വിൻ ടവർ ഉണ്ടാക്കിയത്? ആരായിരിക്കും? ട്വിൻ ടവറിനകം സത്യം പറഞ്ഞ മോളാണ് കേട്ടോ. സമയം ഇപ്പൊ ഇവിടത്തെ 6:40 നമ്മുടെ നാട്ടില് 4:10. 6:40 ഇവിടെ ഇരുട്ടിട്ടില്ല. ഞാൻ നോക്കിയപ്പോ 5:30 ആയപ്പോഴും ഉച്ചത്തെ ഉച്ചക്ക് വെയിലൊന്നും ഇല്ലായിരുന്നു. സോ ഗൈസ്, അപ്പൊ ട്വിൻ ടവർ കണ്ടു. അത് ഒരു സത്യം പറഞ്ഞ ഒരു വലിയ മോളാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി. അവിടെയാണ് സലോമ ബ്രിഡ്ജ് ഉള്ളത് അല്ലേ? സലോമ ബ്രിഡ്ജ് അവിടെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മുടെ സലോമ ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ ഇനി അത് മിസ്സായിപ്പോയി, നമുക്കത് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് സ്ട്രീറ്റിലാണ്. അപ്പോൾ നാളെ എപ്പോഴെങ്കിലും നമ്മൾ വന്നിട്ട് ആ ബ്രിഡ്ജ് നമ്മൾ കാണും. നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ 6:30 ആയിട്ടും ഇരുട്ടിയില്ലാന്നുള്ളത്. ഇവിടെ ഒരു 7:30 ആവുമെന്നാണ് പറയുന്നത് ചേച്ചി. 7:45 വരെ. 7:45. അപ്പോൾ രാവിലെ എത്ര മണിക്ക് നല്ല വെളിച്ചം വരും? മോർണിംഗ് അറൌണ്ട് ലൈക്ക് ഒരു 7:15 7:30 വെളിച്ചം വരും. നല്ല സൺ. മലേഷ്യാல வந்து around 7 o'clock 7:15 அந்த மாதிரிலாம் വെളിച്ചം വരും. നമ്മളുടെ ജോലിക്കും കയറും 7 മണിക്ക്. അതെ. സോ ഗൈസ്, അടുത്ത നമ്മൾ പോകുന്നത് ബുത്തിക് ബിങ് ടാങ്ക്. അപ്പൊ അത് ഈ തെറ്റിക്കല്ലേ, ബുക്കിറ്റ് ബിങ് ടാങ്ക്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതെന്ന് പറഞ്ഞാൽ ഫുഡ് സ്ട്രീറ്റ് ആണ്. പിന്നെ ഒരുപാട് മാളുണ്ട്, വെറൈറ്റി ഫുഡ്സും കാര്യങ്ങളും ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എക്സൈറ്റഡ് ആണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വ്ളോഗ് എടുത്താൽ സൗണ്ട് കാണോ എന്നുള്ളത് അറിയത്തില്ല, കാരണം അത്രയും തിരക്കായിരിക്കും. ഗൈസ്, ഇവിടെ മഴയാണ്. അപ്പോൾ 10 റിങ്കറ്റിന് ഒരു കുട കിട്ടി. നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് നമ്മളുടെ ഫുഡ് സ്ട്രീറ്റ്. ഇവിടെ വന്ന് കയറുമ്പോഴേ ചക്കയുടെ മണം അല്ലേ? എല്ലാ ഫ്രൂട്ട്സിന്റെ മണമാണ് കേട്ടോ. ഇവിടെ വന്ന് ഇപ്പൊ കയറി വേണ്ട ചക്ക ഇരിക്കല്ലേ, ചുമ്മാണം. നല്ല മണം, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ മേഘു? എനിക്ക് ജെല്ലി വേണം. നിനക്ക് ഇഷ്ടമുള്ള മേടിക്ക്. ടേസ്റ്റ് ഉണ്ടോ? പോട്ടെ ഫ്രണ്ടി നടാ. വേറെന്താ? സ്റ്റിക്കി റൈസോ? സ്റ്റിക്കി റൈസ്. ഇതിലൊക്കെ പൈസ കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയല്ല കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ റെസ്പെക്റ്റ് ആണെന്ന് തോന്നുന്നല്ലേ? അത് ആയിരിക്കും, അവരങ്ങനെ ആയിരിക്കും. പൈസ കൊടുക്കുമ്പോൾ അവർ ജസ്റ്റ് ഇങ്ങനെ അച്ഛൻ കൊടുക്കുന്നത്. ഇവിടുത്തെ മോഡലാ. എൻജോയ്. ഞാൻ ഈ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്.
റിങ്കറ്റ് എന്നാ പിടിച്ചോ 50 റിങ്കറ്റ് പോയപ്പോ ഓക്കെ കൊള്ളാം മേഘ ടേസ്റ്റ് ചെയ്ത് നോക്ക് എങ്ങനെയുണ്ട് കഴിച്ചില്ല. കൊള്ളാല്ലേ നമ്മൾ സാധാ ചിക്കനൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചില്ലേ അതുകൊണ്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയല്ല ടേസ്റ്റ് കൂടുതലുണ്ട്. ഓക്കെ എനിക്ക് മല്ലിയര ഉണ്ടെങ്കിൽ മതി. നെക്സ്റ്റ് മേഘയുടെ മാംഗോ സ്റ്റിക്കി റൈസ്. സ്റ്റിക്കി റൈസ് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിരുന്ന സംഭവം കൊള്ളാം എന്നൊക്കെ ഞാൻ വീഡിയോസിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രൈ ആക്കി നോക്കണം. ഓക്കെ ഇതാണ് സ്റ്റിക്കി റൈസ്. മാംഗോ സ്റ്റിക്കി റൈസ് അല്ലേ? സ്റ്റിക്കി റൈസ് മാങ്ങ കൂടിപ്പോയി. നല്ല മാങ്ങ, പഴുത്ത മാങ്ങ, അടിപൊളി മാങ്ങ. ദോശ മാങ്ങ ഇത് നല്ല ടേസ്റ്റ് ആണെന്നാണ് മേഘ പറയുന്നത്. ഞാനും കഴിച്ചോക്കട്ടെ. പച്ചയാണോ വെള്ളമാണ്? കൊള്ളാവോ? ഇത് സാധാ പോലെ അല്ലേ? വലിയ വ്യത്യാസം. കൊള്ളാം. ബീഫും ഉണ്ടായിരുന്നു, ചിക്കനും ഉണ്ടായിരുന്നു. ഇനി ഇത് കഴിച്ചോക്ക്. ചിക്കി റൈസ് എങ്ങനെയുണ്ട്? നല്ല മാങ്ങല്ലേ? വേറെ ടേസ്റ്റ് അല്ലേ മാങ്ങ? നമ്മളവിടെ ഉള്ള പോലത്തെ ഒരു മാങ്ങയുടെ ടേസ്റ്റ് അല്ല, ഒരു വേറെ ടേസ്റ്റ്. കൊള്ളാല്ലേ? ഇത് 15 റിങ്കറ്റാണ്. ബെറോട്ടയ്ക്കകത്ത് കുറച്ച് മല്ലിയിലയും ചിക്കനും ഉള്ളിയൊക്കെ ചേർത്ത് സ്റ്റഫ് ചെയ്തൊരു സാധനമാണ്. അവിടെ നിന്ന് കുറേ സാധനം കോപ്പി അടിച്ചോണ്ട് വരാം, നമ്മൾ അവിടെ പോയിട്ട് ബിസിനസ് ചെയ്യാം. അടുത്ത സ്ട്രീറ്റിലോട്ട് നടക്കാം. ഫുഡ് കഴിച്ച 2 കൊള്ളാം അല്ലേ? 3 കൊള്ളാം. ട്രൈ ചെയ്തെല്ലാം കൊള്ളാം. ഇനി നമ്മൾ അടുത്ത സ്ട്രീറ്റിലോട്ട് പോവുകയാണ്. ഗൈസ്, നമ്മളെ പേരെഴുതി കൊടുത്താൽ ഇതുപോലെ പേര് ടൈപ്പ് കമ്പിൽ ചെയ്ത് തരും. അമ്മച്ചി വിത്തിൻ സെക്കൻഡ്സിനകത്ത് ചെയ്യും. അതാണ് അമ്മച്ചിയുടെ മെത്തേഡ്. Very nice. Yeah. Yes. How much? 10. കുടിച്ചു പാറ്. എപ്പടി ഇരിക്കണ്? Do you want sugar? വേണം തോന്നുന്നു. No. വേണ്ട. Pure. ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഡേ 1 നമ്മൾ ഇന്ന് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ കറങ്ങി എൻജോയ് ചെയ്തു. പുതിയൊരു രാജ്യത്തിലുള്ള അതിന്റെ കുറച്ച് ഭാഗം നമ്മൾ ഇന്ന് കണ്ടു, എക്സ്പ്ലോർ ചെയ്തു. ഇപ്പൊ റൂമിൽ എത്തിയതേ ഉള്ളൂ. ഇനി ഒന്ന് ഉറങ്ങണം, നല്ല ക്ഷീണമുണ്ട്. അതെ, അതിനു മുമ്പ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മേക്ക് ചെറിയ സർപ്രൈസ്. കണ്ണട കണ്ണ് തുറക്കല്ലും കണ്ണട അത് ഈ മേഘ അത് കൊള്ളാടി. പക്ഷെ ഇത്ര പോരെങ്കിലും ഓക്കെ. ഇതുള്ള അവിടുത്തെ അമ്മച്ചി ഉണ്ടായി തന്നെ മേഘ. നടക്കാൻ പറ്റും. പക്ഷെ കണ്ണട തുറക്കല്ലേ? കൈ മാറ്റി, കൈ രണ്ട് താത്ത്.
മുടി മാറ്റി. This is my small gift. எப்படி இருக்கு? സൂപ്പർ സാരി ലവ് ആണല്ലേ. ഡയമണ്ട് പെട്ടെന്ന് നോക്കുമ്പോ താലി പോലും ഉണ്ടല്ലേ. ഡയമണ്ട് ആണ്, ചുട്ടി ഡയമണ്ട് ആണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. വേറെ സെലക്ട് ചെയ്തത് മാലയില്ലത്. മലല്ലേ? ഞാനൊരു സർപ്രൈസ് ആട്ടാ. ഇതായിരിക്കും. ഇതല്ല കണ്ണട. നിങ്ങക്ക് മാത്രം സർപ്രൈസ് ഉള്ള, എനിക്ക് എന്നാന്നൂടെ കണ്ണട. കണ്ണട കണ്ണ പറഞ്ഞല്ലേ. തൊപ്പിത്തരാൻ വല്ലോണ ഇടിക്കുക, അമ്മച്ചാടെ ഇടിക്കുക. അല്ല കണ്ണു പറഞ്ഞാൽ മിണ്ടൂല. സാധനം തരുമല്ലോ ഞാൻ. പൊക്കത്തിൽ എത്തണമില്ലല്ലോ എനിക്ക്. നീ കണ്ണ തുറന്നോ? കണ്ണട കണ്ണ് തുറക്കാൻ പറഞ്ഞ് കണ്ണട. ഇനി കണ്ണട. മീരാരില്ല 10ന്റെ മാല. ഇത് 10ന്റെ മാലയാ. നോക്ക് അല്ലടേ, ഇഷ്ടാ. തിളക്കമുണ്ട്. ഇതെന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലേ സാധനം? എന്തായിരിക്കും? ഗോൾഡ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ഡയമണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് 10ന്റെ സിൽവർ യൂസ് ചെയ്തിട്ടുണ്ട്. 10ന്റെ യൂസ് ചെയ്തിട്ടുണ്ട്. 10ന്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതല്ല, പിന്നെ this is platinum. Serious ആയിട്ട് platinum. ബോഡി സത്യം തെളിയിക്കാൻ പറ്റുമോ? എന്റെ ഒരു കാർഡുണ്ട്, ഞാൻ ആമ്പിള്ളായിരുന്ന സാധനം 10ന്റെ 15ന്റെ. ഇത് മറ്റേ ഇവിടെ ചാലേ പോയ കിട്ടും. ഞാൻ 916 ജുവലറി വാങ്ങിയ സിൽവർ അല്ല, പ്ലാറ്റിനം. സത്യമായിട്ടും പ്ലാറ്റിനം ആണ് കേട്ടോ. കഴുത്തിടുമ്പോ അതിനെടുക്കും. നമ്പ മുടിയല്ല. എനിക്ക് വാങ്ങാൻ പറ്റൂലേ ഇവിടെ. ഇത് പ്രാങ്ക്. എടാ സത്യമാണാ? നോക്ക്, പ്ലാറ്റിനം ആണ്. തിളക്കുണ്ട്. പക്ഷേ പിന്നെ പ്ലാറ്റിനത്തിന് തിലക്കില്ല. ഒറിജിനൽ അല്ല. പിന്നെ വാങ്ങോ ഇപ്പൊ കള്ള വാങ്ങോ. മാല രണ്ടുപേരും അതെല്ലാം ഞാൻ പറഞ്ഞു, വേറെ ഒന്നും വാങ്ങാൻ കിട്ടില്ല. പക്ഷെ മാല ഞാൻ കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്കിങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്വർണ്ണമാല ഇല്ല. ഇത് എല്ലാത്തിന്റെയും കൂടെ ചേരും ഏകദേശം. ഇത് തിളക്കം എപ്പോഴായാലും പോകും. അല്ല, ഞാൻ സംഭവം എന്റെ ഗോൾഡ് ചെയിൻ ഞാൻ വീട്ടിൽ വെച്ചിട്ട് എടുത്താ. അല്ല വല്ല കളഞ്ഞോണെങ്കിലും പുതിയ നാടല്ലേ, എവനെങ്കിലും എന്റെ കഴുത്തിൽ കത്തിച്ചിട്ട് ഊരാൻ പറഞ്ഞാലോ? അപ്പൊ ഇതിന് ഊരാൻ പറയൂ. ഇല്ല, ഇത് 10 രൂപയുടെ തോന്നിക്കോളൂ. അപ്പൊ നമ്മുടെ ഈ 2ാം വർഷം ദാന്ന് പറഞ്ഞു പോയി. അപ്പോ അടുത്ത 3ാം വർഷം ആഘോഷിക്കാൻ അടുത്തൊരാളും കൂടി വരും. ഒരുപാട് സന്തോഷമുണ്ട് മനസ്സിൽ. ലൈഫിൽ വിചാരിക്കാത്ത പല കാര്യങ്ങളും ലൈഫിൽ നടക്കുന്നുണ്ട്. ഈ ഒരു വർഷം ഇതുവരെ നല്ല വർഷമായിരുന്നു, ഇനി അങ്ങോട്ട് നല്ല വർഷമായിരിക്കും നിങ്ങൾക്കും. എന്തായാലും താങ്ക് യു സോ മച്ച് മേഘ. വിശ്വസിച്ച് തിളക്കം കണ്ടപ്പോ വിശ്വസിച്ച് മിക്കവാറും കുറച്ചുകൂടെ സത്യമായിട്ട് പ്ലാറ്റിനം തന്നെ. കാർഡ് ഞാൻ കൊണ്ടൊന്നുമില്ല. അത് സത്യമായിട്ട് പ്ലാറ്റിനം. എന്റെ ഒരു ഇതിരിപ്പുണ്ട്, ബില്ലിരിപ്പുണ്ട്. അപ്പൊ കാരണം എന്തായാലും പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഇനി മോഷ്ടിച്ചോണ്ടോന്നൊന്നും പറയുന്നില്ലോ. ഇനി എല്ലാം സെറ്റ് ആക്കും. ബില്ലൊന്നിന്റെ ആവശ്യമൊന്നുമില്ല അവിടെ കൊണ്ടുവരണം. നമ്മൾ ടാക്സ് അടച്ചിട്ടില്ല ഓൾറെഡി സാധനം കൊണ്ടുവരണം. എനിക്ക് പേടി. എനിക്കാണെങ്കിൽ ചോദിക്കാനും നിങ്ങളടുത്ത് ചോദിക്കാനും പറ്റൂല. നമുക്ക് ഈ ഒരു വർഷം നമ്മള് വേറൊരു രാജ്യത്ത് നിന്ന് അല്ലേ സെലിബ്രേറ്റ് ചെയ്താണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. പ്രത്യേകിച്ച് ഞാൻ ഇത് പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചത് ഇവിടെ വന്നിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നാണ്, സർപ്രൈസ് ആയിട്ട്. ഇഷ്ടപ്പെട്ടു. ഞാനും അവളും സെയിം ഗിഫ്റ്റ് കൈമാറിയതാണ്. മനപ്പൊരുത്തം. താങ്ക് യു സോ മച്ച് മേഘ. താങ്ക് യു. അപ്പോ ഡേ 2 ആയിട്ട് വരും വരെ ബൈ.